ലോകത്തിലെ ഏറ്റവും കഠിനമായ മത്സരങ്ങളിലൊന്നാണ് അയൺമാൻ ചലഞ്ച്. ഇത് പൂർത്തിയാക്കുന്ന ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി എന്ന റെക്കോർഡ് സ്വന്തമാക്കിയിരിക്കുകയാണ് ദുബായിലെ ശ്രീദത്ത് സുധീർ. 18-ാം വയസ്സിൽ ഇരുമ്പ് മനുഷ്യൻ എന്ന പട്ടം നേടിയതിന് പിന്നിൽ കഠിനാധ്വാനത്തിൻ്റെ ഒരു കഥയുണ്ട്. മികച്ച ശാരീരിക ക്ഷമതയും അർപ്പണബോധവുമുള്ളവർ മാത്രം വിജയിക്കുന്ന ലോകത്തിലെ പ്രയാസമേറിയ മത്സരങ്ങളിൽ ഒന്നാണ് അയൺമാൻ ചലഞ്ച്. ഏറ്റവും കഠിനവും ശ്രദ്ധേയമായ ഈ ഫിറ്റ്നസ് മത്സരം പൂർത്തിയാക്കിയ ഏറ്റവും പ്രായം കുറഞ്ഞ ആളായിരിക്കുകയാണ് ദുബായിൽ വിദ്യാർത്ഥിയായ ശ്രീദത്ത് സുധീർ. തൻ്റെ 18-ാം ജന്മദിനം ആഘോഷിച്ച ദിവസം തന്നെയാണ് ശ്രീദത്ത് ലോക ഇരുമ്പ് മനുഷ്യൻ പട്ടം നേടിയത്. ഇതിനു മുൻപ് 18-ാം വയസ്സിൽ ലോകത്ത് ഈ വിജയം സ്വന്തമാക്കിയത് 2 പേർ മാത്രമാണ്. നിശ്ചിത ദൂരം കടലിലെ നീന്തൽ, അത് കഴിഞ്ഞ് കിലോമീറ്ററുകളോളം സൈക്കിൾ റൈഡ്, ഇറങ്ങി നേരെ നിശ്ചിത കിലോമീറ്റർ ദൂരത്തേക്കുള്ള ഓട്ടം, ഇതെല്ലാം വളരെ ചിട്ടയോടെ നിഷ്കർഷിക്കുന്ന സമയത്തിനുള്ളിൽ പൂർത്തീകരിച്ചാൽ മാത്രമേ അയൺമാൻ പട്ടം കിട്ടൂ. The moment I saw the finish line, was another feel, like I was in another world, because then I started crying and all, because it's something which I thought I couldn't do it, and then with the support of my coaches, parents and friends, I was at last able to prove that I can do it. And then the moment I got the medal, it was really a very good experience. ജർമ്മനിയിലെ ഹാംബർഗിൽ നടന്ന യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പിലായിരുന്നു 3.8 കിലോമീറ്റർ നീന്തൽ, 180 കിലോമീറ്റർ സൈക്ലിംഗ്, 13 മണിക്കൂറിനുള്ളിൽ 42.2 കിലോമീറ്റർ ഓട്ടം എന്നിവയിൽ വിജയിച്ച് ശ്രീദത്ത് ഈ നേട്ടം സ്വന്തമാക്കിയത്. ഓട്ടത്തിലും നീന്തലിലും സൈക്ലിങ്ങിലും ഒരുപോലെ മികവ് ആവശ്യമുള്ള ഇടവേളകളില്ലാതെ കായികക്ഷമത തെളിയിക്കേണ്ട മത്സരത്തിലേക്ക് ശ്രീദത്ത് രണ്ടും കൽപ്പിച്ചിറങ്ങുകയായിരുന്നു. പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ഓരോ ചുവടും വിജയത്തിലേക്ക്. ഒടുവിൽ ഇതുവരെ ഒരു മലയാളി കൈവരിച്ചിട്ടില്ലാത്ത നേട്ടത്തിലൂടെ ലോകത്തിന്റെ നെറുകയിൽ. Aditya, like when I was right before the swim start, അവിടെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ the pressure over there, you can actually feel it. പക്ഷേ then I thought it's going to be tough, so I have to be prepared mentally. But the moment the swim started, it's a strong part of me. So in the swim I was feeling really comfortable, so I went in a correct pace, and then during the swim I didn't feel much difference. But once I came onto the bike, it was a really nice weather, and the people over there is so supportive. ശ്രീദത്തിന്റെ മുഖത്ത് ഇന്ന് കാണുന്ന ആത്മവിശ്വാസത്തിന് പിന്നിൽ വർഷങ്ങളുടെ നീണ്ട അധ്വാനവും ചിട്ടയായ പരിശീലനവുമുണ്ട്. കുഞ്ഞുനാൾ മുതൽ കായിക മേഖലയിലായിരുന്നു ശ്രീദത്തിന്റെ താല്പര്യം. മകന്റെ അഭിരുചി കൃത്യമായി മനസ്സിലാക്കിയ മാതാപിതാക്കൾ മകന് ദുബായിൽ ലഭിക്കാവുന്ന ഏറ്റവും നല്ല പരിശീലനത്തിന് അവസരമൊരുക്കി. 6-ാം വയസ്സ് മുതൽ പങ്കെടുക്കുന്ന മത്സരങ്ങളിലെല്ലാം വിജയക്കൊടി പാറിച്ചായിരുന്നു യാത്ര. 11-ാം വയസ്സിൽ കരാട്ടയിൽ ബ്ലാക്ക് ബെൽറ്റ് സ്വന്തമാക്കി. ആദ്യം ഫുട്ബോളിലും പിന്നീട് നീന്തലിലേക്കും ഓട്ടത്തിലേക്കുമെല്ലാം ശ്രദ്ധ പതിപ്പിക്കാൻ തുടങ്ങി. അധ്യാപകരാണ് ശ്രീദത്തിന്റെ കഴിവ് തിരിച്ചറിഞ്ഞ് പുതിയ വാതിലുകൾ തുറന്നു നൽകിയത്. തുടർന്ന് 14-ാം വയസ്സ് മുതൽ ട്രയാത്തലോൺ പരിശീലനത്തിന് കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കാൻ തുടങ്ങി. കാലം പോലെ തന്നെ അവന് സ്പോർട്സിലുണ്ട്. ഒരു 6 വയസ്സായപ്പോൾ നമ്മൾ കരാട്ടയ്ക്ക് ജോയിൻ ചെയ്തിരുന്നു. അവന് 11 ഇയേഴ്സ് ആയപ്പോൾ അവന് ബ്ലാക്ക് ബെൽറ്റ് കിട്ടി. പിന്നെ തുടക്കം മുതൽ ഫുട്ബോളിലായിരുന്നു. അപ്പോൾ ഒരു കുറേ വർഷക്കാലം ഫുട്ബോളിലായിരുന്നു. ഇവിടെ ആഴ്സണൽ ട്രെയിനിങ്ങിലായിരുന്നു. അങ്ങനെ ഈ ഫുട്ബോളായിരുന്നു കൂടുതലുണ്ടായിരുന്നത്. സ്വിമ്മിങ് അതിൻ്റെ കൂടെ ചെറുതായിട്ടുണ്ടായിരുന്നു. പക്ഷേ DPS ദുബായിലാണ് അവന് പഠിച്ചത്. അപ്പോൾ DPSൽ ഒരു 6th സ്റ്റാൻഡേർഡിൽ അവിടെ ജോയിൻ ചെയ്ത സമയത്ത് അവിടുത്തെ കോച്ചസാണ് കണ്ടത് ഇവന് ലോങ് റണ്ണ് ചെയ്യാൻ പറ്റും. കാരണം ഫുട്ബോളാണെങ്കിൽ നല്ല സ്പീഡിൽ ഓടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ലോങ് റണ്ണിങ്ങിൽ വന്നു.
പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഫുട്ബോൾ കുറച്ചു ഞങ്ങൾ, എന്നിട്ട് സ്വിമ്മിങ്ങും റണ്ണിങ്ങും ആയി. അങ്ങനെ അത് രണ്ടുപേരായിരുന്നു കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ സ്വിമ്മിങ്ങിൽ സ്കൂൾ നാഷണൽ ലെവലിലൊക്കെ കോമ്പീറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഒരു സ്വിമ്മിങ് കോച്ചാണ് പറഞ്ഞത്, യു ക്യാൻ ഡു റണ്ണിങ്, സ്വിമ്മിങ്ങും ചെയ്യാം, അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ട്രയാത്ലോണിലേക്ക് വന്നോളൂ. അപ്പം സൈക്ലിംഗ് കൂടി പഠിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അപ്പോഴാണ് നമ്മൾ ആദ്യമായിട്ട് ഈ ട്രയാത്ലോൺ എന്താണെന്ന് കേൾക്കുന്നത്. അങ്ങനെ നമുക്ക് പരിചയമില്ല എന്താണ്, എങ്ങനെ അതിൻ്റെ റൂൾസ് റെഗുലേഷൻസൊക്കെ. അപ്പോഴാണ് കേരള റൈഡേഴ്സ്, ഇവിടെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്, അവരെ പരിചയപ്പെട്ടത്. അപ്പോൾ അവരുടെ കൂടെ കോച്ചിങ് ചെയ്യുന്നു. അവിടെ ഒരു മോഹൻദാസ് എന്നുള്ളൊരു കോച്ചുണ്ട്. അവരാണ് ശ്രീദത്തിനെ ശരിക്കും ട്രയാത്ലോണിൽ ശരിക്കും അങ്ങ് ഒരു പ്രിപ്പയർഡ് ആക്കിയത്. ഒരു 2-3 ഇയേഴ്സോളം കേരള റൈഡേഴ്സിൻ്റെ കൂടെയായിരുന്നു. കേരള ട്രയാത്ലോൺ അസോസിയേഷൻ വഴി സംസ്ഥാന ദേശീയ ട്രയാത്ലോണിലും നാഷണൽ ഗെയിംസിലും നേട്ടങ്ങൾ കൈവരിക്കാൻ ഈ പ്രതിഭയ്ക്കായിട്ടുണ്ട്. ഇതിനു മുൻപ് നേപ്പാളിൽ നടന്ന സൗത്ത് ഏഷ്യൻ ട്രയാത്ലൺ കപ്പ് ചാമ്പ്യൻഷിപ്പിൽ ശ്രീദത്ത് വിജയം കൈവരിച്ചിട്ടുണ്ട്. ഈ വർഷം ഗോവയിൽ ദേശീയ ഗെയിംസിലും പങ്കെടുത്തു. UAEയിലും ഒട്ടേറെ ട്രയാത്ലൺ മത്സരങ്ങളിൽ ശ്രീദത്ത് നേട്ടം കൊയ്തിട്ടുണ്ട്. ശ്രീദത്ത് നാട്ടിൽ ചെയ്യുമ്പോഴും നാട്ടിൽ നമുക്കൊരു ട്രയാത്ലൺ അസോസിയേഷൻ ഉണ്ട്. അവർക്ക് അപ്പോൾ അധികം ആൾക്കാരും അതിലേക്ക് വന്നിട്ടില്ല. പ്രത്യേകിച്ച് ആൾക്കാർക്ക് അതിനെപ്പറ്റി ഒരു അറിവ് ട്രയാത്ലൺ എന്നുള്ള ഇവൻറ്റിനെ പറ്റി അറിയില്ല. പക്ഷേ ഇപ്പോൾ ഒരു കേരള ട്രയാത്ലൺ അസോസിയേഷൻ ആണെങ്കിൽ വളരെ സീരിയസ് ആയിട്ടാണ് ഇതിനെ അപ്രോച്ച് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞല്ലോ, ശ്രീദത്തിനാണെങ്കിലും വളരെയധികം അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കുറേ കുട്ടികൾ വന്നു തുടങ്ങി. ഇപ്പോൾ ഓൾറെഡി ലാസ്റ്റ് നാഷണൽ ഗെയിംസിൽ നമ്മൾ കുറേ 8 പിള്ളേർ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. എല്ലാം പുതിയ പിള്ളേരാണ്, ചെറിയ പിള്ളേരാണ്. അപ്പം ഒരു നല്ലൊരു ഭാവി കാണുന്നു. ദുബായിൽ +2 കഴിഞ്ഞ് ബിരുദത്തിന് ചേരാൻ തയ്യാറെടുക്കുന്ന ശ്രീദത്ത് അയൺമാൻ പട്ടം സ്വന്തമാക്കി മലയാളികൾക്കാകെ അഭിമാനമായെങ്കിലും ഇപ്പോഴും കഠിനമായ പരിശീലനത്തിൽ തന്നെ. കൃത്യമായ പരിശീലനമാണ് ശ്രീദത്തിന്റെ വിജയങ്ങൾക്ക് പുറകിലെ പ്രധാന രഹസ്യം. ഓരോന്നിനും പ്രത്യേകം സമയക്രമം നിശ്ചയിച്ചാണ് പരിശീലനം. റഷ്യൻ പരിശീലകൻ ടോം, ഉക്രൈൻ ഒളിമ്പ്യൻ ആന്ധ്ര എന്നിവരുടെ കീഴിൽ പരിശീലനം നടത്തി വരികയാണ്. He's doing very well. So our expectation was we expected for 14 hours for his Ironman, and he finished much better, 1 hour better. So, but be honestly, we always like to have better and better results. So I hope next time we'll do much better. ഒളിമ്പിക്സ് എന്ന സ്വപ്നത്തിലേക്കാണ് ശ്രീദത്ത് ഓടി നീന്തിയുമൊക്കെ എത്താൻ ശ്രമിക്കുന്നത്. ഇതിന് പിന്തുണയുമായി കുടുംബവും ഒപ്പം നിൽക്കുന്നു. My dream is to, represent India for the Olympics. So right now I'm in that preparation, to, train harder, get more faster. നമസ്തേ റിവിഡി ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്തയാഴ്ച വീണ്ടും കാണാം, ഇതേ ദിവസം ഇതേ സമയം. നന്ദി.